എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ ഈ ടൈമറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു ഇതിൻ്റെ വയറിങ്ങിനെ കുറിച്ചും സെറ്റിങ്ങും ഒക്കെ കൂടുതലായിട്ടൊന്ന് വിശദീകരിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് കരുതി. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഈ ടൈമർ ഉപയോഗിച്ച് നമുക്ക് ഒരു വസ്തുവിനെ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നതിനെ നമുക്ക് ഓഫ് ചെയ്യാനും അതുപോലെ പ്രവർത്തിക്കാത്തൊരു വസ്തുവിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രവർത്തിപ്പിക്കാനും സാധിക്കുമെന്ന്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ഇന്ന് വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 2 ബൾബാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വയറിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ ലെഗിൽ നമ്മൾ മെയിൻ പവർ സപ്ലൈ ആയി 240 വോൾട്ട് AC പവർ കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ബൾബിലോട്ട് പോകുന്ന ആ മെയിൻ പവർ അല്ലെങ്കിൽ ബൾബിൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് പോകുന്ന മെയിൻ പവറിൻ്റെ ഇൻപുട്ട് നമ്മൾ 5ാമത്തെ ലെഗിലും അതിൻ്റെ നമ്മൾ ടൈമർ ഉദ്ദേശിച്ച് പ്രവർത്തിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് 4ാമത്തെ ലെഗിൽ അതിൻ്റെ ഔട്ട് എടുക്കുകയും അഥവാ നമ്മൾ ഓഫ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 3ൽ നിന്ന് ഔട്ട് എടുക്കുകയും ചെയ്യണമെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ ഡയഗ്രാം ഒക്കെ അതിൻ്റെ പ്രൊവൈസ് തന്നെ കൊടുത്തിട്ടുണ്ട്. റിലേ ഓപ്പൺ ആയിരിക്കുമ്പോൾ ഏത് ലെഗിലൂടെയാണ് പവർ വരുന്നതെന്നും ക്ലോസ് ആയിരിക്കുമ്പോൾ ഏത് ലെഗിലൂടെയാണ് പവർ വരുന്നതെന്നും ഒക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന ഒരു ചെറിയ മാനുവലിനകത്തും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിരുന്നാൽ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ നോളജിൻ്റെ അത്രയും ആകത്തില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒരു വയറിങ് ചെയ്ത് തന്നെ ഇത് കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ 2 ബൾബ് എടുത്തിട്ടുണ്ട്. അപ്പം 2 ബൾബിലോട്ട് പോകുന്ന മെയിൻ പവറിലെ കട്ട് ചെയ്തിട്ട് നമ്മൾ 5ാമത്തെ ലെഗിലോട്ട് ഇൻപുട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടൈമറിനുള്ള ഇൻപുട്ട് 5ാമത്തെ ലെഗിലോട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ റിലേ പ്രവർത്തിക്കാത്ത അവസരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ റിലേ ആക്ടിവേറ്റ് ആകാത്ത അവസരത്തിൽ ടൈമർ പ്രവർത്തിക്കാത്ത സമയത്തിൽ ആ 5ൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡയറക്റ്റ് റിലേ ക്ലോസ്ഡ് ആയതുകൊണ്ട് 3ലൂടെ കടത്തിവിടുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേക്ക് റിലേ പ്രവർത്തിക്കുകയും അപ്പോൾ റിലേ എൻഗേജ് ആവുന്നതിന് കൊണ്ട് തന്നെ 5ൽ നിന്ന് വരുന്ന ആ പവർ സപ്ലൈ 4ലോട്ട് ചേഞ്ച് ആവുകയും ചെയ്യുന്നതാണ്. അപ്പം ഒരേ സമയത്ത് തന്നെ ഇത് രണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ബൾബ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാനിപ്പം 5ലോട്ട് കൊടുത്തിരിക്കുന്ന ആ മെയിൻ പവർ സപ്ലൈ അവിടെ ഫേസ് ആണ് ഇതിലോട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ടൈമറിലോട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ഫേസ് 4ൽ നിന്ന് ഒരു ബൾബിലോട്ടും അടുത്തത് 5ൽ നിന്ന് ഒരു ബൾബ് 3ൽ നിന്ന് ഒരു ബൾബിലോട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രൽ രണ്ടിനും കോമൺ ആയിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു മാനുവൽ എന്നൊരു സ്വിച്ച് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഓൺ എന്നും ഓഫ് എന്നും ഓട്ടോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേയുടെ ഭാഗത്തായിട്ട് ഒരു ലൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആ മാനുവൽ ക്ലിക്ക് ചെയ്ത് ആ ലൈന് ഏതിൻ്റെ നേരെയാണോ അല്ലെങ്കിൽ ഏതിൻ്റെ മുകളിലായിട്ടാണോ വരുന്നോ ആ രീതിയിലായിരിക്കും നമ്മുടെ ടൈമർ പ്രവർത്തിക്കുക. ഉദാഹരണം, നമ്മൾ ഓഫിലിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് എപ്പോഴും ഓഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഓണിൻ്റെ നേരെ മുകളിലായിട്ടാണ് ആ ലൈൻ വരുന്നതെങ്കിൽ നമ്മുടെ സർക്യൂട്ട് റിലേ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് പ്രവർത്തിക്കുക, അതായത് ബൈപ്പാസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അഥവാ നമ്മൾ ഓട്ടോ എന്ന പൊസിഷനിലാണ് ഇടുന്നതെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടൈം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതായത് നമുക്ക് എപ്പോഴും ഓണായിട്ട് തന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ എന്ന പൊസിഷനിലും ഓഫായാണ് കിടക്കുന്നതെങ്കിൽ ഓഫ് എന്ന പൊസിഷനിലും നമുക്ക് നമ്മുടെ സർക്യൂട്ട് നമ്മുടെ ടൈമർ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഓട്ടോ എന്ന പൊസിഷനിൽ ഇടേണ്ടതാണ്. ഇപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കാനായിട്ട് ഒരു സമയം സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം സമയം രാത്രി 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ റിലേ ടൈമറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓൺ ടൈം 22:41 അല്ലെങ്കിൽ 10:41 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേ ഓഫ് ആകേണ്ട സമയം 22:42 അതായത് 10:42 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, റിലേ പ്രവർത്തിക്കാത്ത സമയത്ത് നമ്മൾ 5ലൂടെ കൊടുക്കുന്ന ആ ഇൻപുട്ട് 3ാം നമ്പറിലൂടെ ഔട്ട് നമുക്ക് നൽകുന്നതാണ്. അതായത് നമുക്കൊരു റിലേയുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ ടൈമറിൻ്റെ സഹായമില്ലാതെ ഒരു വസ്തു പ്രവർത്തിക്കുന്നു. നേരെ മറിച്ച് നമ്മൾ ആ ഏത് സമയത്താണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സെറ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. ഇപ്പം നമ്മൾ 3ൽ നിന്നാണ് നീല ബൾബിലോട്ടുള്ള പവർ എടുത്തിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് 3ൽ നിന്നുള്ള സപ്ലൈ കട്ട് ചെയ്ത് അത് 4ലോട്ട് പാസ്സായിട്ടുണ്ട്. അതായത് 4ൽ നിന്നാണ് നമ്മൾ മെയിൻ ഫേസ് 5ൽ കൊടുത്തിട്ട് 3ൽ നിന്ന് നീലയിലോട്ടും റെഡിലോട്ട് നമ്മൾ 4ൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. അതായത് റിലേ പ്രവർത്തിക്കാത്ത സമയത്ത് നീല ബൾബ് കത്തിയിരിക്കുന്നു. അപ്പം നമ്മളൊരു സമയം സെറ്റ് ചെയ്ത് സമയമായപ്പോഴത്തേക്ക് ആ സപ്ലൈ കട്ടായി 4ലോട്ട് ഔട്ട് കൊടുത്തിരിക്കുന്നു.
അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്ക് ഒരു സർക്യൂട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്യൂട്ട് നമ്മൾ നിശ്ചിത സമയത്തേക്ക് ഓഫ് ചെയ്യാനാണെങ്കിലും ഈ ടൈമർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിശ്ചിത സമയത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത സമയത്തേക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ സർക്യൂട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ മാറ്റി 2 ബൾബ് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ടോ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം 1 മിനിറ്റാണ് നമ്മൾ ടൈമറിൽ കൊടുത്തിരുന്നത്. അതായത് 22:42 10:42 ആകുമ്പോഴത്തേക്ക് ഈ ടൈമർ ഓഫ് ആവുന്ന രീതിയിൽ. അപ്പം ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾ ടൈമർ വർക്കാകുമ്പോഴും അത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് 22:42 10:42 ആയപ്പോൾ തന്നെ നമ്മുടെ ടൈമർ ഓഫ് ആവുകയും വീണ്ടും പഴയപടി നീല ബൾബ് ഓൺ ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരും ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണിത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ ലൈറ്റിങ്ങും ഒക്കെ നമ്മൾ വെളിയിലൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ പോലും വീട്ടിലില്ലെങ്കിലും കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് ബൾബ് കത്തുകയും നമ്മൾ സെറ്റ് ചെയ്ത സമയമാകുമ്പോഴത്തേന് കത്തി, അതുപോലെ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തേക്കുന്ന സമയമാകുമ്പോൾ ഓഫ് ആവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈമറാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തിയത്. വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ സ്ഥിരമായി ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണോട് തൊട്ട് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.